മെനിസ്കസ് റിപ്പയർ സർജറി ചെയ്തതിന് ശേഷം സ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപക്ഷെ റിക്കവറി കഴിഞ്ഞ് മാക്സിമം പ്രൊട്ടക്ഷൻ ഫേസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ സാധാരണ രീതിയിൽ നടക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും. ഏതെങ്കിലും ഒരു കാലിലേക്ക് കൂടുതൽ നേരം വെയിറ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് ഉണ്ടാവും. ഇങ്ങനെ ഓവർലോഡിങ് വന്നു കഴിഞ്ഞാലും പെയിൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓവർലോഡ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താനുള്ള കപ്പാസിറ്റി ഒന്നും മസിൽസിന് ഉണ്ടാവില്ല. സർജറി കഴിയുമ്പോൾ എല്ലാം തന്നെ വീക്കായിരിക്കും, മസിൽസൊക്കെ വീക്കായിരിക്കും. ഇത് നിങ്ങൾ സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരളവിൽ കൂടുതൽ സ്ട്രെങ്തിലേക്ക് ഇത് വരുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്ക് കുറേയധികം നാളെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പോഴേക്ക് നിങ്ങൾ അതിന് മുമ്പ് തന്നെ കൂടുതൽ നേരം നിൽക്കുന്ന സമയത്ത് മിക്ക ആളുകളും പറയുന്നതാണ്, ഞാൻ കുറേ നേരം നിന്നതിന് ശേഷം എനിക്ക് മുട്ടിൽ പെയിൻ വരുന്നുണ്ട്, സ്ട്രെയിൻ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറേ നേരം നിൽക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ മെനിസ്കസിലേക്ക് വരുന്നുണ്ട്. ഒന്ന് അതാവാം റീസൺ. അതിന് അത്രയും നേരം നിൽക്കാനുള്ള കപ്പാസിറ്റി മസിൽസിന് ഉണ്ടാവില്ല. രണ്ടാമത്തെ റീസൺ അതാണ്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന പൊസിഷനിൽ ഒരുപക്ഷെ നീ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെയും മെനിസ്കസിൽ ലോഡ് വരും. ഇതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് പോസ്ചർ മനസ്സിലാക്കണം. എവിടെയാണ് കൂടുതൽ ലോഡ് വരാൻ ചാൻസ് മനസ്സിലാക്കണം. ഇതനുസരിച്ചിട്ട് എന്തൊക്കെ കറക്റ്റ് ചെയ്യണം. ഫസ്റ്റ് വാക്കിംഗ് പാറ്റേൺ കറക്റ്റ് ചെയ്യണം, മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യണം. നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് നാളത്തേക്കെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ റീഹാബ് അഡ്വൈസസ് കിട്ടിയാലും, എത്രയൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്താലും, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താലും നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസ് കൂടെ നിന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. എവിടെ നിന്നാണ് എനിക്ക് പെയിൻ വന്നത്, എന്ത് ആക്ടിവിറ്റി കാരണമാണ് എനിക്ക് ഈ പെയിൻ കൂടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ദിസ് വിൽ ഹെൽപ്പ് അസ് മോർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. കാരണം നിങ്ങളുടെ ഈ സ്റ്റോറിയാണ് ഞങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓവർ സ്ട്രെയിൻ വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് തരാൻ സാധിക്കും.